ഹായ്, നമ്മളൊരു 6 ഡേ ബ്രേക്ക് എടുത്തിരിക്കുകയാണ് കേട്ടോ. നമ്മളൊരു ട്രിപ്പിലാണ്. അതായത് വിയറ്റ്നാമിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പം നമ്മൾ കോലാലംപൂരിൽ നിന്ന് വിയറ്റ്നാമിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചി ടു കോലാലംപൂർ ആയിരുന്നു. അവിടുന്ന് ദനാങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പം നമ്മളിത് ചെന്നെത്താറായി ദനാങ്ങിലേക്ക്. നമ്മൾ താഴത്തേക്ക് നോക്കുമ്പോൾ നമ്മളൊരു കേരളമൊക്കെ കണ്ട പോലെ ഉണ്ട് കേട്ടോ. പക്ഷേ നല്ല പച്ചപ്പും എല്ലാം ആയിട്ടാണ് നമ്മൾ നേരെ താഴത്തേക്ക് ലാൻഡ് ചെയ്യുകയാണ്. ലാൻഡ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ ലഗേജൊക്കെ കളക്ട് ചെയ്തു. പെട്ടെന്ന് എല്ലാം തന്നെ ഭയങ്കര ഫാസ്റ്റായിരുന്നു. അടുത്തായി നമുക്ക് എടുക്കാനുള്ള സിമ്മായിരുന്നു. കുറേ കൗണ്ടേഴ്സ് ഉണ്ട് എയർപോർട്ടിൽ തന്നെ. നമുക്ക് എവിടെ വേണമെങ്കിലും ചൂസ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും. നേരെ തന്നെ നമ്മൾ സിമ്മൊക്കെ എടുത്തു. നാട്ടിലൊരു 900,000 റുപ്പീസിനുള്ളിൽ നമുക്ക് സിമ്മൊക്കെ അവൈലബിൾ ആക്കി കിട്ടും. പിന്നെ നമ്മുടെ ഗൈഡിനെ തപ്പി നമ്മൾ നിൽക്കുകയാണ്. ഗൈഡിനെ നമ്മൾ നേരെ കണ്ടുപിടിച്ചു. പിന്നെ ഈ എയർപോർട്ടിലൊക്കെ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ലാൻഡേൺസിൻ്റെ ആയിട്ടാണ് ഇവർ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇവർക്ക് അങ്ങനെയാണെന്ന് തോന്നുന്നു. ഇവരുടെ കൾച്ചറൊക്കെ ബേസ് ചെയ്തിരിക്കുന്ന ലാൻഡേൺ ആയിട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ നേരെ അവിടുന്ന് നേരെ നമ്മുടെ ഹോട്ടലിലേക്ക് പോവുകയാണ്. ഹോട്ടലിലേക്ക് നേരെ ചെന്നെത്തി. ഒരു ഹാഫ് ആൻ അവർ ഡ്രൈവ് ഉണ്ടായിരുന്നു നമുക്ക്. നേരെ ഹോട്ടലിലേക്ക് ചെന്നെത്തി. ഹോട്ടലിൽ ചെന്ന് നേരെ ചെക്ക് ഇൻ ചെയ്തു. ഹോട്ടലിൻ്റെ വെളിയിൽ തന്നെ ഒരു കുഞ്ഞു ഓറഞ്ച് മരമൊക്കെ ഉണ്ട് കേട്ടോ. കാരണം ഞാൻ ആദ്യം അകലേന്ന് കണ്ടപ്പോൾ കൂടുതൽ വിചാരിച്ചിരുന്നത് അത് ഒറിജിനൽ അല്ല ആയിരിക്കില്ല, ഡ്യൂപ്ലിക്കേറ്റ് നമ്മൾ ചുമ്മാ ആർട്ടിഫിഷ്യലായിട്ട് വെച്ചേക്കുന്നതായിരുന്നു. പക്ഷേ ഈ ഫ്ലവേഴ്സൊക്കെ ഭയങ്കര രസമാണ്. ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ. നമ്മുടെ ഒരു എന്താ പറയുക, നമുക്കൊരു മഴക്കാലമൊക്കെ വരുമ്പോൾ ഒരു തണുപ്പുണ്ടാവില്ലേ, ആ ഒരു തണുപ്പിലാണ് ഇവിടെ ഫുൾ ടൈം ക്ലൈമറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എന്നിട്ട് ഇതിലൊക്കെ പിടിച്ച് നോക്കി. പക്ഷേ ഇത് ഒറിജിനലായിരുന്നു. നമുക്ക് പറിക്കാനൊന്നും പറ്റില്ലെന്ന് തോന്നുന്നു. പക്ഷേ എന്നാലും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നല്ല കളറിലിങ്ങനെ ഫ്ലവേഴ്സും ഇവിടുത്തെ എല്ലാ സാധനങ്ങളും അത് നല്ല കളേർഡിലാണ് ഇവിടെ എല്ലാം ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ നേരെ അകത്തേക്ക് ചെന്നു. അകത്തേക്ക് ചെന്ന് ചെക്ക് ഇൻ ചെയ്തു. നമുക്ക് ചെക്ക് ഇൻ ചെയ്ത് നമ്മളിവിടെ 1 o'clock ഒക്കെ ആയപ്പോൾ എത്തി. പക്ഷേ നമുക്ക് 2 o'clock ചെക്ക് ഇൻ ടൈം. അപ്പം നമുക്ക് ലഞ്ചൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി. കുറേ റെസ്റ്റോറൻറ്റ്സ് ഇങ്ങനെ തപ്പി തപ്പി നടന്നു. ഇവിടെ എന്താ പറയുക, ഒരു സ്ട്രീറ്റ് ലുക്കിലാണ് ഇവിടെ വിയറ്റ്നാമിൽ നമ്മൾ ഈ വന്നിരിക്കുന്ന പ്ലേസ്. എന്നിട്ട് നമ്മൾ നേരെ ഇവിടേക്ക് കയറി. കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫുൾ ഫ്ലവേഴ്സ് കൊണ്ട് അറേഞ്ച്ഡ് ആണ് കേട്ടോ ഇവിടെ ഫുള്ളും. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ഹോട്ടലിലേക്ക് ചെല്ലാമെന്ന് വിചാരിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇവിടെ നിറയെ റെസ്റ്റോറൻറ്റ്സ് ആണ്. നമ്മൾ ഈ നടക്കുന്ന വഴി മുഴുവൻ അവിടെയൊക്കെ ഫുൾ ഇങ്ങനെ ലൈവായിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന സാധനങ്ങളൊക്കെ പറിച്ച് കഴിക്കാനുള്ള അവസരമുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ നേരെ റെഡിയായി നേരെ ലേഡി ബുദ്ധ ടെമ്പിളിലേക്ക് പോവുകയാണ്. ഇന്ന് നമുക്ക് വേറെ അത്ര ഹെവി ഷെഡ്യൂൾസ് ഒന്നും അല്ലാത്തതുകൊണ്ട് ഭയങ്കര റെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. നേരെ നമ്മൾ ലേഡി ബുദ്ധ ടെമ്പിളിലേക്ക് പോവുകയാണ്. ലേഡി ബുദ്ധ ടെമ്പിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു വൈറ്റ് കളർ സ്റ്റാച്ചു പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മൾ ദൂരെ നിന്ന് കാണുമ്പോഴേ വൈറ്റ് കളറിലാണ്. ശരിക്കും ഇത് വൈറ്റ് കളറിൽ തന്നെയാണ് കേട്ടോ. ഇതൊരു 67 meters ടോൾ ആയിട്ടുള്ളൊരു സ്റ്റാച്ചു ആണ്. പിന്നെ 2004 to 2010 ഇതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞത്. നമ്മൾ കുറച്ച് മുകളിലേക്ക് കയറി പോകണം. നമ്മുടെ ഹോട്ടലിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഒരു 5 kilometers ഉണ്ടായിരുന്നു. ഇതൊരു 17 floor ഹൗസ് പോലെയാണ് ഇത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് ഇത് ശരിക്കും സ്റ്റാച്ചുവിനേക്കാളും അപ്പുറം ഇവർ പറയുന്നത് ഒരു ടെമ്പിൾ, ആ ഒരു രീതിയിലാണ് ഇവർ നമ്മളുടെ അടുത്ത് ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു 15th on the 1st and 15 days of every lunar ഇവിടുത്തെ നേറ്റീവ്സൊക്കെ പോയി അവിടെ പോയി പ്രാർത്ഥിക്കുക, എന്തെങ്കിലും പൂജകൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷേ നല്ല രസമാണ്. നമ്മുടെ നാട്ടിലൊക്കെ പറയില്ലേ കുബേർ കുഞ്ചി, ആ സംഭവങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. കുറേ അഡൾട്ട്സ് ഇങ്ങനെ നമുക്കിങ്ങനെ കുറേ സ്റ്റാച്യൂസ് ഇങ്ങനെ കാണാൻ പറ്റും. നല്ല ഭംഗിയാണ് ഇതെല്ലാം ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ. പിന്നെ ഇവിടെ കുറേ ആൾക്കാരുണ്ട്, കുറേ ടൂറിസ്റ്റുകളുണ്ടായിരുന്നു. ഇവിടുത്തെ നേറ്റീവ്സ് ഉണ്ടായിരുന്നു. നേറ്റീവ്സ് എല്ലാം ഇവിടെ വന്ന് പ്രാർത്ഥിക്കുക അങ്ങനെയുള്ള. പിന്നെ എനിക്ക് തോന്നുന്നു വിയറ്റ്നാമിൽ കൂടുതലായിട്ട് ഇവർ ഫോളോ ചെയ്യുന്ന ബുദ്ധിസം ആണെന്ന് തോന്നുന്നു. പിന്നെ ഈ സ്റ്റാച്ചു കാണാൻ ഭയങ്കര ഭംഗിയാണ്. നല്ല ഭംഗിയിലാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നതും. ഈ ലേഡി ബുദ്ധയുടെ ഒരു ഹാൻഡിൽ മറ്റേ വാട്ടർ നെക്ടറാണ് ഇരിക്കുന്നത്. അതെന്തോ ലൈഫിനെ സേവ് ചെയ്യുന്ന നെക്ടറായിട്ടാണ് ഇവരതിനെ സങ്കല്പിക്കുന്നത്. പിന്നെ ഇതൊരു ലോട്ടസിൻ്റെ മുകളിലാണ് ഇതിരിക്കുന്ന പോലെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ സെയിലിന് പോകുന്ന ഫിഷറിങ്ങിന് അല്ലെങ്കിൽ ഫിഷേഴ്സ് എന്നൊക്കെ പറയുമ്പം അങ്ങനെ പോകുന്നവർക്ക് സെയിലിന് മുന്നേ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനായിട്ടുള്ളൊരു, അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് സെയിലൊരു പ്രശ്നം ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവർക്ക് നല്ല സെയിലോടുകൂടി തിരിച്ചു വരാൻ പറ്റും എന്നാണ് ഇവിടുത്തുകാരുടെ ഒരു വിശ്വാസം. പിന്നെ ഇവിടെ പറഞ്ഞ പോലെ തന്നെ നല്ല ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട്. നേരെ ഇതിൻ്റെ ഓപ്പോസിറ്റ് നോക്കുവാണെങ്കിൽ ദനാങ് ബീച്ചാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് കയറി പ്രാർത്ഥിക്കാം. എല്ലാവരും അകത്ത് കയറുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മൾ കയറുമ്പം നമ്മുടെ എന്താ പറയുക, ഈ ഐഡിയലിൻ്റെയൊക്കെ താഴെയായിട്ട് നമ്മുടെ നാട്ടിലെ ഡ്രാഗൺ ഫ്രൂട്ടും അല്ലെങ്കിൽ കമ്പിളി നാരങ്ങ എന്നൊക്കെ നമ്മൾ പറയുന്ന സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് അവർ കാഴ്ച വെക്കുന്ന പോലെയാണ് എനിക്കത് കണ്ടിട്ട് ഫീൽ ചെയ്തത്. പിന്നെ നമ്മൾ നേരെ ഇതിൻ്റെ കുറേ പാട്ടുണ്ട്. ഇതിന് കുറേ ഒരു
ഹിൽ ടോപ്പിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ചുറ്റും കുറേ സ്പേസസ് ഇതുപോലെ ഇങ്ങനെ ഇവർ കുറേ നല്ല മരങ്ങളാണ്, എല്ലാം കുഞ്ഞു കുഞ്ഞു മരങ്ങൾ ഇവർ നട്ടു വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര രസമാണ് ഇതിങ്ങനെ പ്ലാന്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഭംഗി കാണാൻ ഭയങ്കര രസമാണ്. പിന്നെ കുറേ ലാൻറ്റേൺ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിയറ്റ്നാമിൽ എവിടെ നോക്കിയാലും കുഞ്ഞു കുഞ്ഞു കടകളിൽ പോലും നമുക്ക് ഫുൾ ലാൻറ്റേൺ ലൈറ്റ്സ് ആണ് കാണാൻ പറ്റുന്നത്. അതേപോലെ കുറേ ലൈറ്റ്സ്, അത് ഞങ്ങൾ ചെന്നപ്പോൾ അറൗണ്ട് ഒരു 4:30 ഒക്കെ ആയിരുന്നു. അപ്പോൾ ഒന്നും ആ ലൈറ്റ്സ് ഒന്നും വെറുതെ അത് ഇരിക്കുമായിരുന്നു. പക്ഷേ ഞങ്ങൾ ഇറങ്ങാറായപ്പോഴത്തേക്കും ഒരു 6:30 ഒക്കെ ആയപ്പോഴത്തേക്കും അതൊക്കെ ഫുൾ ലൈറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴത്തേക്കും ഭയങ്കര ഭംഗിയായി, എൻ്റെ ആംബിയൻസേ ടോട്ടലി ചേഞ്ചായി. പിന്നെ എല്ലാവരും പെറ്റ്സിനെ കൊണ്ടും ഫാമിലി ആയിട്ടൊക്കെ ഒത്തിരി പേര് ഇവിടെ വന്ന് റിലാക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നമ്മളൊരു 6:30 ഒക്കെ ആയപ്പോഴത്തേക്കും അവിടെ നിന്ന് പതുക്കെ ഇറങ്ങി കേട്ടോ. നേരെ നമുക്കിനി ബീച്ചിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് നേരെ ഇറങ്ങി. ബീച്ച് ഞാൻ ഈ കാണിക്കുന്നതാണ് കേട്ടോ. കാരണം നമ്മൾ ഇവിടെ നിന്ന് കാണുമ്പോൾ ജസ്റ്റ് അടുത്താണെങ്കിലും ഇതൊരു 5 കിലോമീറ്റർ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് വരും. ഇത് ഇവിടുത്തെ ഡ്രാഗൺ ബ്രിഡ്ജാണ് കേട്ടോ. വീക്കെൻഡ്സിൽ ഇതിൻ്റെ അകത്തുനിന്ന്, ഈ ഡ്രാഗണിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ തീയൊക്കെ പുറത്തേക്ക് വരുന്നു നമ്മുടെ ടാക്സി ഡ്രൈവർ പറഞ്ഞു. നമ്മൾ നേരെ റൂമിലേക്ക് പോയി. ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേ കാണാം.